നമസ്കാരം. സംസ്ഥാനത്തെ 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ LDFിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പിൽ 17ഇടത്ത് UDFും 11ഇടത്ത് LDFും 3 വാർഡിൽ BJPയും വിജയിച്ചു. കഴിഞ്ഞ 42 വർഷമായി CPMന്റെ കയ്യിലുള്ള മലപ്പുറം മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് CPMൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു. ഇവിടെ ഇരട്ട പദവിയുമായി ബന്ധപ്പെട്ട് LDF വാർഡ് മെമ്പറെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതോടെയാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. തൃശൂർ, നാട്ടിക, പാലക്കാട് തച്ചമ്പാറ, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകൾ LDFിൽ നിന്നും UDF പിടിച്ചെടുത്തു. 28 വർഷമായി LDF ഭരിച്ച പത്തനംതിട്ട നിരണം 7ാം വാർഡും കോൺഗ്രസ് പിടിച്ചെടുത്തു. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിൽ പന്നൂർ വാർഡാണ് UDF പിടിച്ചെടുത്തത്. 127 വോട്ടുകൾക്കാണ് UDFിലെ ദിലീപ് കുമാർ വാർഡ് പിടിച്ചെടുത്തത്. UDFിലെ ഒരംഗം കൂറുമാറിയതിനെ തുടർന്നാണ് ഇവിടെ ഭരണം നഷ്ടമായത്. പാലക്കാട് തച്ചമ്പാറയിൽ 7-7 എന്ന നിലയിലാണ് UDFും LDFും നിലനിന്നത്. എന്നാൽ ഇപ്പോൾ LDFിന്റെ നിഷ്പ്രയാസം മറികടന്നുകൊണ്ട് UDFിന് 8 സീറ്റായി മാറി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷൻ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്ര മോൾ ജിന്നി ഭൂരിപക്ഷം 745 വോട്ടോടെ വിജയിച്ചു. ഇടുക്കിയിൽ കരിമണ്ണൂർ പഞ്ചായത്തിലും കഞ്ഞിക്കുഴിയിലും UDF മികച്ച വിജയം കൈവരിച്ചു. പാലക്കാട് ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ CPMൽ നിന്നും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതുൾപ്പെടെ UDFിന് നേട്ടമാണ്. തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം LDFിന് നഷ്ടപ്പെടും. 15-അംഗ ഭരണസമിതിയിൽ CPIയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിലെ അലി തേക്കത്ത് 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. ഇതോടെ UDF അംഗബലം 8ആയി. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 7 വീതം അംഗങ്ങളുടെ പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത്. 9ാം വാർഡിൽ K സുജിത 104 വോട്ടുകൾക്ക് വിജയിച്ചതോടെ ടോസിലൂടെ UDFിന് ലഭിച്ച പഞ്ചായത്ത് ഭരണം സുരക്ഷിതമായി തുടരാൻ കഴിയും. കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണിയിൽ നിന്ന് 2 സീറ്റുകൾ UDF പിടിച്ചെടുത്തു. കൊല്ലം ചടയമംഗലം പൂങ്കോട് വാർഡ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തു. 43 വോട്ടിന് ഇവിടെ UDFിലെ അഡ്വക്കേറ്റ് ഉഷ ബോസ് വിജയിച്ചു. കഴിഞ്ഞ തവണ 18 വോട്ടിന് LDF വിജയിച്ച സീറ്റാണ് ഉപതിരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. തേവലക്കര പഞ്ചായത്ത് പാലക്കൽ വടക്ക് 22ാം വാർഡ് UDF പിടിച്ചെടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിസ്മി അനസ് ഇവിടെ വിജയിച്ചു. 148 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥിയെ ബിസ്മി അനസ് പരാജയപ്പെടുത്തിയത്. മലപ്പുറം തൃക്കലങ്ങോട് മരത്താണി വാർഡ് CPMൽ നിന്നും മുസ്ലിം ലീഗ് തിരിച്ചുപിടിച്ചു. 519 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലൈല ജലീൽ വിജയിച്ചത്. മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് CPMൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു. കോൺഗ്രസിലെ ഫൈസൽ മോൻ 43 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡായ ആനിയാംകുന്ന് വെസ്റ്റ് വാർഡിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ UDFിന് തന്നെയാണ് വിജയം. 234 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി കൃഷ്ണദാസൻ കുന്നുമ്മൽ വിജയിച്ചത്. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് 12ാം വാർഡിലെ ഉപതിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ദീപക് എരുവ വിജയിച്ചു. ഉപതിരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ നാട്ടിക, പാലക്കാട്ടെ തച്ചമ്പാറ, ഇടുക്കിയിലെ കരിമണ്ണൂർ എന്നീ പഞ്ചായത്തുകളിലും LDFിന് തുടർഭരണം നഷ്ടപ്പെടും. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയമാണ് നേടിയിരിക്കുന്നത്. പാലക്കാട് കൊടുവായൂർ പഞ്ചായത്തിലെ കോളാട് വാർഡിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി A മുരളീധരൻ 108 വോട്ടുകൾക്ക് വിജയിച്ചു. LDFിന്റെ സിറ്റിംഗ് സീറ്റാണിത്. കണ്ണൂർ, കണിച്ചാൽ, മാടായി പഞ്ചായത്തുകൾ LDF നിലനിർത്തി.